എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബു ജോൺ. ഗുഡ് വിൽ പാചകത്തിൽ ഇന്ന് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക ക്യാരറ്റ് വെള്ളയച്ചാറാണ്. നമ്മുടെ നെല്ലിക്ക ക്യാരറ്റ് അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ നെല്ലിക്ക പുഴുങ്ങി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കടുക്, ഉലുവ, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട്. അച്ചാറിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അല്പം വിനാഗിരി, തിളപ്പിച്ച വെള്ളം. നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 75 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടീസ്പൂൺ കടുക്, നമ്മുടെ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് സാധാരണ കാന്താരി മുളകാണ് വെള്ളയച്ചാറിന് ചേർക്കുന്നത്. ഇന്ന് നമ്മുടെ എരിവുള്ള ഉണ്ടമുളകാണ് ചേർത്തിരിക്കുന്നത്. അതും നമ്മുടെ നാടൻ പച്ചമുളക് കുറച്ച്. വെള്ളയച്ചാറാകുമ്പോൾ വ്യത്യസ്തമായ കളറുകൾ വന്നാൽ കാണാൻ കൂടി ഒരു ഭംഗിയാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ക്യാരറ്റ് നെല്ലിക്കായിൽ അച്ചാറിലേക്ക് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് പച്ചമുളക് ചേർക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതോടൊപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില. നമ്മുടെ നാടൻ കറിവേപ്പിലയുടെ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു മണമാണ്. അടുത്തത് നമ്മൾ ക്യാരറ്റാണ് ചേർക്കുന്നത്. ക്യാരറ്റ് വേവിക്കാത്തതാണ്, പച്ച ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതിൻ്റെ ഒപ്പം കിടന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടി ക്യാരറ്റിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ക്യാരറ്റ് ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ വീടുകളിൽ നമ്മളിത് പാകം ചെയ്യുമ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്നിച്ച് ചേർത്ത് പൊടിച്ചാണ് ചേർക്കാറ്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാം സെപ്പറേറ്റ് ആണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വേവിച്ച നെല്ലിക്ക ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ക്യാരറ്റ്, കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു ഭംഗി തോന്നുന്നുണ്ട്. കാരണം ആ പച്ച, ചുമല, മഞ്ഞ കളറൊക്കെ വന്നതോടുകൂടി ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം നമ്മുടെ വെളിച്ചെണ്ണയും വിനാഗിരിയും തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ മസാലകളെല്ലാം ഒന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കായുമൊക്കെ പാകമാണോ എന്ന് നോക്കാം. നമ്മുടെ വെള്ളയച്ചാറിൻ്റെ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. പാകത്തിന് ഗ്രേവിയാണ്. നമുക്ക് ഇതിന് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. ഉപ്പും പുളിയും വിനാഗിരിയും നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അച്ചാർ അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്യാരറ്റും കൂടി ചേർന്ന കാരണം നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അടുത്ത വീഡിയോയിൽ അടുത്ത നാടൻ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.